അതിനകത്ത് ഏതോ ഗാന്ധി പാർക്ക് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അതിനകത്ത് ചെയ്തൂടെ? എന്തിനാ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ചെയ്യുന്നത്? ഏത് ഗവൺമെന്റ് എന്തായിരുന്നാലും ഇത് ആരെയും അപ്പീൽ കൊടുക്കുന്ന ആരാ? പോലീസിനോട് ചോദിച്ചാൽ വന്ന് ഇവിടെ ഒന്ന് പറയാനാണ്. ആരതാ ഞങ്ങൾ ഈ പോലീസിനോട് പറയുന്നത്? ആരാ? അവർ കാവൽ നിൽക്കുന്ന ആൾക്കാരല്ലേ? അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊന്നും പറയാനും പറ്റത്തില്ല. എന്ത് ഗവൺമെന്റ്, എന്ത് സർക്കാർ? ഞാൻ ആരെയും പറയുന്നതല്ല, എല്ലാരും നല്ലത് ചെയ്യുന്നുണ്ട്. പക്ഷെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലൊന്നും ഈ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. എത്ര പേരായി ബ്ലോക്കിൽ അപ്പുറത്ത് കിടക്കുന്നതെന്ന് അറിയാവോ? ഞാനൊക്കെ യാത്ര ചെയ്ത് വരുന്ന എറണാകുളത്ത് നിന്ന് ഇങ്ങോട്ടൊരു വണ്ടി പോലും എടുത്തില്ല. എന്തൊക്കെ കാര്യങ്ങളാ നല്ലത് ചെയ്യാം, പക്ഷെ ഇതെന്തുവാ എല്ലാവരും ചെയ്യുന്നുണ്ട്. അതിനകത്തിന്ന് ചെയ്തൂടെ? വിവരമുള്ള ആരെങ്കിലും ഇങ്ങനെ ചെയ്യോ? എല്ലാം ചെയ്യാം. അതിനകത്തിന്ന് ആ ഒരു ഞാൻ പറഞ്ഞ കാര്യമാണല്ലോ. നിങ്ങൾ ഈ ക്യാമറ എടുക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞ കാര്യമാണല്ലോ. പറയും, നിങ്ങൾ സംസാരിക്കുക. നിങ്ങൾക്ക് ക്യാമറ മാത്രം പിടിക്കാൻ. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സുകുമാരൻ നായർക്ക് ഐക്യദാർഢ്യവുമായി NSS നടത്തിയ റാലിക്ക് നേരെ കഴിഞ്ഞ ദിവസം ഒരു വനിതയുടെ പ്രതിഷേധം. റോഡ് തടസ്സപ്പെടുത്തിയതിനെതിരെ യാത്രക്കാരി പ്രതിഷേധം ഉന്നയിക്കുകയായിരുന്നു. തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിലാണ് സംഭവ വികാസങ്ങൾ അരങ്ങേറിയത്. റോഡിന്റെ നടുവിൽ വെച്ചാണോ നിങ്ങൾ പരിപാടി നടത്തുന്നത്? എന്തിനാണ് നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കുന്നത് എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഉയർത്തിയായിരുന്നു യാത്രക്കാരിയുടെ പ്രതിഷേധം. NSS തിരുവനന്തപുരം താലൂക്ക് യൂണിയൻ നേതൃത്വത്തിൽ നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിനിടെയാണ് ഇത്തരത്തിൽ വലിയൊരു പ്രതിഷേധം ഒരു യുവതിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. റോഡിൽ വെച്ചിട്ടാണോ പരിപാടി നടത്തുന്നത്? എത്ര ആൾക്കാർക്കാ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്? ഞാൻ വേറൊന്നും കൊണ്ടല്ല സംസാരിക്കുന്നത്, ഈ ജനങ്ങൾക്ക് വേണ്ടിയാണ്. ഇതൊക്കെ എന്തുവാ? ആരാ ഇതിനൊക്കെ അനുമതി കൊടുക്കുന്നത്? അടുത്ത് തന്നെ ഗാന്ധി പാർക്ക് ഉണ്ടല്ലോ, അവിടെ പരിപാടി സംഘടിപ്പിച്ചുകൂടെ? എന്തിനാണ് ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ചെയ്യുന്നത്? ഞങ്ങൾ പോലീസിനോട് പറയുമ്പോൾ അവർക്കൊന്നും അറിയില്ലെന്ന്. നിങ്ങളിങ്ങനെ ചെയ്താൽ അവർക്കൊന്നും പറയാനും പറ്റത്തില്ല. എന്ത് സർക്കാർ എല്ലാവരും നല്ലത് ചെയ്യുന്നുണ്ട്, പക്ഷേ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ രീതിയിൽ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. എത്ര പേരാണ് ഈ ബ്ലോക്കിൽപ്പെട്ട് കിടക്കുന്നതെന്ന് അറിയാമോ എന്ന ചോദ്യവും യുവതി ഉന്നയിക്കുകയുണ്ടായി. എറണാകുളത്ത് നിന്ന് യാത്ര ചെയ്തു വരുന്നതാണ് താൻ. ഈ പ്രകടനം കൊണ്ട് ഒരു വണ്ടി പോലും കിട്ടാത്ത അവസ്ഥയിലാണ്. നല്ലത് ചെയ്യാം, പക്ഷേ ഇതെന്തുവാണ്? എല്ലാവരും നല്ലത് ചെയ്യുന്നുണ്ട്, വിവരമുള്ള ആരെങ്കിലും ഇങ്ങനെ ചെയ്യുമോ എന്നതടക്കമുള്ള ചോദ്യങ്ങളാണ് യുവതി ഉന്നയിച്ചത്. നമുക്കറിയാം, നമ്മുടെ തിരുവനന്തപുരം പലപ്പോഴും പല സമരങ്ങൾ കണ്ടിട്ടുള്ളവരാണ്, പല സമരങ്ങൾ കാരണം പെരുവഴിയിൽ കിടന്നിട്ടുള്ളവരാണ്. എന്തായാലും എറണാകുളത്ത് നിന്ന് വന്ന തിരുവനന്തപുരത്തെത്തിയ യാത്രക്കാരിയാണ് ഇത്തരത്തിൽ പൊട്ടിത്തെറിച്ചത് ഈ ഒരു റാലിക്കെതിരെ. കഴിഞ്ഞ ദിവസം വൈകിട്ട് 4 മണിക്കാണ് രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് തുടങ്ങിയ പ്രകടനം സെക്രട്ടേറിയറ്റിന് സമീപത്ത് സമാപിച്ചത്. റാലിയെ തുടർന്ന് നഗരത്തിൽ കുറേ നേരം ഗതാഗതം സ്തംഭിച്ചു. പല റൂട്ടുകളിലും വാഹനം കടത്തിവിടാത്ത സാഹചര്യമായിരുന്നു. വൈകിട്ട് ജോലി കഴിഞ്ഞ് പോകുന്നവരെയും വിദ്യാർത്ഥികളെയും വിവിധ ആവശ്യങ്ങൾക്ക് നഗരത്തിലെത്തിയവരെയും വലിയ രീതിയിലാണ് ഈ സമരം വലച്ചത്. ഈ സമരം എന്ന് പറയുമ്പോൾ NSSന്റെ സമരം മാത്രമല്ല, പലരും സമരം ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ റോഡ് വഴിയാത്രക്കാരെ മുടക്കി ചെയ്യുന്ന എല്ലാ സമരങ്ങളും അത് പൊതുജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് തന്നെയാണ്. NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്കെതിരെ നടക്കുന്ന അപവാദ പ്രചാരണങ്ങൾക്കെതിരെയാണ് തിരുവനന്തപുരം താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ ഐക്യദാർഢ്യ റാലി നടത്തിയത്. സുരേഷ് ഗോപിക്കോ ഉപരാഷ്ട്രപതിക്കോ മുഖ്യമന്ത്രിക്കോ എതിരെയുള്ള റാലി അല്ലെന്ന് NSS സംസ്ഥാന വൈസ് പ്രസിഡന്റ് സംഗീത് കുമാർ പറഞ്ഞു. പൊതുസമൂഹത്തിൽ നിന്നും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് നായർ സർവീസ് സൊസൈറ്റിക്കും അതിന്റെ ബഹുമാന്യനായ ജനറൽ സെക്രട്ടറിക്കുമെതിരെ ചില പരാമർശങ്ങളുണ്ടായി. ഇതൊരു പ്രതിഷേധ പ്രകടനമേ അല്ല. ഇത് ഞങ്ങളുടെ നായർ സർവീസ് സൊസൈറ്റിയുടെ പ്രിയങ്കരനായ ബഹുമാന്യനായ ജനറൽ സെക്രട്ടറിക്ക് ഞങ്ങളുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ജാഥയാണ്, അത്രയേ ഉള്ളൂ. കഴിഞ്ഞ ദിവസങ്ങളിൽ സുരേഷ് ഗോപി MP, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും അടക്കമുള്ളവർ സുകുമാരൻ നായർക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. എന്നാൽ അത് ചൂണ്ടിക്കാട്ടിയപ്പോൾ ഞങ്ങൾ സുരേഷ് ഗോപിയെയോ ഉപരാഷ്ട്രപതിയോ ഒന്നും പറയുന്നില്ല, ജനറൽ സെക്രട്ടറിക്ക് എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങളുടെ സ്നേഹം പ്രകടിപ്പിച്ച് നടത്തുന്ന ജാഥയാണ് ഇത് എന്നായിരുന്നു സംഗീത് കുമാറിന്റെ മറുപടി. ഈ റാലി ഒരു വ്യക്തിക്കും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും എതിരല്ല, അപവാദ പ്രചരണങ്ങൾക്കെതിരെ മാത്രം നടത്തുന്ന റാലിയാണിതെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ദിവസം NSS ഡൽഹി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഡൽഹിയിൽ നിർമ്മിച്ച മന്നം സ്മൃതി മണ്ഡപത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായരെ രൂക്ഷമായി വിമർശിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് NSS റോഡിലിറങ്ങിയത്. നിങ്ങളാണ് എല്ലാം എന്ന് വിചാരിക്കരുതെന്നും നിങ്ങൾ ഇപ്പോൾ എല്ലാമായിരിക്കുന്നത് മന്നത്ത് പത്മനാഭന്റെ സംഭാവനകൾ കാരണമാണെന്നും
അദ്ദേഹത്തിൻ്റെ പാരമ്പര്യം തുടർന്നു കൊണ്ടുപോകുന്ന ഉപകരണം മാത്രമാണ് നമ്മൾ. ഞാൻ പ്രസിഡന്റാണ്, ജനറൽ സെക്രട്ടറി ആണെന്ന് പറഞ്ഞ് മന്നം സമാധിയിലേക്ക് ഇന്നയാൾ വരരുതെന്ന് നിലപാടെടുക്കാനാകില്ല. മഹത്തായ സ്ഥാപനങ്ങൾ കെട്ടിപ്പടുക്കുന്നത് വലിയ സാമ്പത്തിക ശേഷി കൊണ്ടല്ല, പ്രതിബദ്ധത കൊണ്ടാണെന്നും മന്നത്ത് പത്മനാഭൻ വിശ്വസിച്ചിരുന്നു എന്നായിരുന്നു ഉദ്ഘാടന പ്രസംഗത്തിൽ ഉപരാഷ്ട്രപതി പറഞ്ഞത്. പെരുന്നാൾ ശുദ്ധീകരിക്കപ്പെടുമെന്ന് ചടങ്ങിന് ശേഷം മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി സുരേഷ് ഗോപിയും പറഞ്ഞിരുന്നു. ഒന്നുകിൽ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നവർ ശുദ്ധീകരിക്കും, അല്ലെങ്കിൽ സ്വയം ശുദ്ധീകരിക്കപ്പെടും എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം. തിരഞ്ഞെടുപ്പിന് ശേഷം വലിയ ശുദ്ധി നടന്നു, പെരുന്നയ്ക്ക് ബദൽ കണ്ടെത്തണം, ഡൽഹിയിലെ മണ്ഡപം ബദലാണ് എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം. ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ കേരളത്തിലെത്തിയ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന് പെരുന്നാൾ മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്താൻ അനുമതി നൽകിയിരുന്നില്ല. 2015 NSS ആസ്ഥാനത്തെത്തിയ സുരേഷ് ഗോപിയെ കാണാൻ സുകുമാരൻ നായർ വിസമ്മതിച്ചിരുന്നു. ഇതെല്ലാം ഒരു അമർഷമായി തന്നെ ഉള്ളിലുണ്ട് എന്നത് വ്യക്തം. എന്തായാലും കഴിഞ്ഞ ദിവസത്തെ ഐക്യദാർഢ്യ റാലി അത് ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള റാലിയാണ് നടന്നത്. ഇത് സുരേഷ് ഗോപിക്കോ ഉപരാഷ്ട്രപതിക്കോ മുഖ്യമന്ത്രിക്കോ എതിരെയല്ല എന്നായിരുന്നു NSS പറഞ്ഞത്. എന്തായാലും നിർണായകമായ റാലിയാണ് നടന്നത്. പക്ഷേ റാലിക്കിടെ നാടകീയമായ ചില സംഭവ വികാസങ്ങൾ കൂടി അരങ്ങേറുകയായിരുന്നു. അതേസമയം മുഖ്യമന്ത്രി VD സതീശനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് അനുമതി നിഷേധിക്കപ്പെട്ടിരുന്നതായി NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ കഴിഞ്ഞ ദിവസം ആവർത്തിച്ചിരുന്നു. സുകുമാരൻ നായർക്ക് കൂടിക്കാഴ്ചയ്ക്ക് അനുമതി നിഷേധിച്ചു എന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റാണെന്നും അദ്ദേഹവുമായി സംസാരിച്ചിരുന്നുവെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതിന് പിന്നാലെയാണ് G സുകുമാരൻ നായർ ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയത്. അതായത് മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് അനുമതി നിഷേധിക്കപ്പെടുന്നുവെന്ന് അദ്ദേഹം വീണ്ടും ആവർത്തിക്കുകയാണ്. മുഖ്യമന്ത്രി തന്നെ കാണുമെന്ന് പറയുന്നത് ഇനി ഫോട്ടോയിൽ മാത്രമായിരിക്കുമെന്നും ബജറ്റിന്റെ തിരക്കായതുകൊണ്ടാണ് കാണാൻ കഴിയാതിരുന്നതെങ്കിൽ അന്ന് തന്നെ അതേക്കുറിച്ച് പറയാമായിരുന്നുവെന്നും G സുകുമാരൻ നായർ മുഖ്യമന്ത്രിക്കെതിരെ വ്യക്തമാക്കി. നേരിട്ട് കണ്ട് താൻ പറയാനിരുന്ന കാര്യം കഴിഞ്ഞു, ഇപ്പോൾ ന്യായീകരണം പറയുന്നതിൽ കാര്യമില്ല, തനിക്കിനി ആരെയും കാണേണ്ടതില്ല. മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്താൻ NSS നേതൃത്വം അനുമതി തേടിയപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തിരിച്ചു വിളിച്ചിരുന്നു. എന്നാൽ കാണാനുള്ള തീയതിയോ സമയമോ അറിയിച്ചില്ല എന്നും സുകുമാരൻ നായർ വിമർശിച്ചു. നായർ സർവീസ് സൊസൈറ്റിയെയും പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായ ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായരെയും ബോധപൂർവ്വം അധിക്ഷേപിക്കാനും തേജോവധം ചെയ്യാനും നടത്തുന്ന ശ്രമങ്ങൾ ഒരു വശത്ത് ശക്തമാണ് എന്ന് NSS ആരോപിക്കുന്നുണ്ട്. അതിനെതിരെയാണ്, അതായത് തങ്ങളുടെ സമുദായ നായകനായ അദ്ദേഹത്തിന് പൂർണ്ണ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തിരുവനന്തപുരം താലൂക്ക് NSS യൂണിയന്റെ നേതൃത്വത്തിൽ ജാഥ സംഘടിപ്പിച്ചത്. മുഖ്യമന്ത്രി VD സതീശനും സർക്കാരിനുമെതിരെ പരസ്യ പ്രതിഷേധത്തിന് എന്ന രീതിയിലാണ് ആ റാലി വ്യാഖ്യാനിക്കപ്പെടുന്നത്. സമുദായത്തിന് നേരെ ഉയർന്ന സൈബർ ആക്രമണങ്ങൾക്കുള്ള ശക്തമായ താക്കീതായി കൂടി അത് മാറിയിരിക്കുകയാണ്. വൈകുന്നേരം 5 മണിക്ക് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് തുടങ്ങിയ പ്രകടനം പുത്തരിക്കണ്ടം മൈതാനത്തിന് സമീപം സമാപിക്കുക എന്ന തരത്തിലായിരുന്നു സജ്ജീകരണങ്ങൾ ഒരുക്കിയിരുന്നത്. താലൂക്കിന് കീഴിലുള്ള മുഴുവൻ കരയോഗങ്ങളിൽ നിന്നും വനിതാ സമാജങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് സമുദായ അംഗങ്ങളെ പങ്കെടുപ്പിച്ച് തലസ്ഥാന നഗരിയെ നിശ്ചലമാക്കുന്ന ശക്തി പ്രകടനത്തിനായിരുന്നു ആഹ്വാനം കൊടുത്തിരുന്നത്. അതേസമയം കേരളത്തിലെ നവോത്ഥാന ചരിത്രത്തിന് കരുത്തേക രക്തവും വിയർപ്പവും നൽകിയ പ്രസ്ഥാനമാണ് NSS. സമുദായത്തിൻ്റെ ഭരണഘടനാപരമായ അവകാശങ്ങൾ നേടിയെടുക്കാനും ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കാനും ധീരമായ പോരാട്ടങ്ങൾക്ക് നെടുനായകത്വം വഹിച്ച പ്രിയ ജനറൽ സെക്രട്ടറിയെ തളർത്താമെന്ന് ആരും കരുതണ്ട എന്നാണ് NSS തിരുവനന്തപുരം താലൂക്ക് യൂണിയൻ നേതൃത്വം വ്യക്തമാക്കുന്നത്. രാജ്യത്തിൻ്റെ അഖണ്ഡത കാത്തു സൂക്ഷിക്കാൻ കടുപ്പമേറിയ നിലപാടുകൾ സ്വീകരിക്കുകയും രാഷ്ട്രീയത്തിന് അതീതമായി സമൂഹ നന്മയ്ക്കായി നിലകൊള്ളുകയും ചെയ്ത പ്രസ്ഥാനമാണ് NSS എന്നും മന്നം സോഷ്യൽ സർവീസ് സൊസൈറ്റിയിലൂടെ കേരളത്തിലെ ഏറ്റവും വലിയ സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനത്തിന് രൂപം നൽകാനും ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രക്രിയയിലൂടെ രാഷ്ട്ര സേവനത്തിന്റെ വലിയ കടമ നിർവഹിക്കാനും മുന്നിൽ നിന്നത് സുകുമാരൻ നായരുടെ നേതൃത്വമാണ് എന്നതടക്കമുള്ള വിശദീകരണമാണ് NSS നൽകുന്നത്. മാത്രമല്ല മുഖ്യമന്ത്രി VD സതീശന്റെയും സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ നിലപാടുകൾക്കെതിരെയും ആഞ്ഞടിച്ച G സുകുമാരൻ നായരെ വേട്ടയാടാൻ അനുവദിക്കില്ല എന്ന ദൃഢനിശ്ചയത്തിലാണ് സമുദായ അംഗങ്ങളായിരിക്കുന്നത്. സംഘടനയ്ക്കുള്ളിലെയും പുറത്തെയും വിരുദ്ധ ശക്തികളെ തള്ളിക്കളയേണ്ടത് ഓരോ നായർ സമുദായ അംഗത്തിന്റെ ഉത്തരവാദിത്തമാണെന്നാണ് NSS പ്രസ്താവന അല്ലെങ്കിൽ NSSന്റെ ഒരു നിലപാട്. മാത്രമല്ല മുഖ്യമന്ത്രിക്കെതിരെ G സുകുമാരൻ നായർ കഴിഞ്ഞ ദിവസങ്ങളിൽ ആഞ്ഞടിച്ചിരുന്നു. സന്ദർശനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പറയുന്നത് പച്ചക്കള്ളമാണ്. അതായത് വ്യക്തി എന്ന നിലയിൽ VD സതീശനെ കാണാൻ താല്പര്യമില്ല. ഒരിക്കൽ NSSന് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. പിണറായി വിജയനെ ഫോൺ വിളിച്ചാൽ തിരക്കില്ലെങ്കിൽ എടുക്കുമായിരുന്നു. പല സർക്കാരുകൾ വന്നുപോയെങ്കിലും ആദ്യമായാണ് NSSന് ഇങ്ങനെ ഒരു അനുഭവം എന്നായിരുന്നു G സുകുമാരൻ നായർ പറഞ്ഞത്. സുകുമാരൻ നായരോട് വളരെ കാര്യമായി സംസാരിച്ചുവെന്നും കാണാമെന്ന് സുകുമാരൻ നായരോട് നേരിട്ട് ഫോണിൽ പറഞ്ഞെന്നും മുഖ്യമന്ത്രി എന്തിന് കള്ളം പറഞ്ഞു എന്ന ചോദ്യവും കൂടി നിലവിൽ ഉയരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.